തൂവാനത്തുമ്പികൾ പറയുമ്പം ക്ലാരയും ജയകൃഷ്ണനും ഒന്നും അല്ല ആളുകൾ പറയുന്നത്, തങ്ങളാണ്. ഇവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ തങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. ഇത് കോട്ടയം നസീർ ഉണ്ടാക്കിയതാണ്. നസീറൊക്കെ അത് കേൾക്കുന്നുണ്ടോ? കാലിഫോർണിയയിൽ ഒരു സീനോ 2 സീനോ ഉള്ളൂ ആ ഒരു പെണ്ണു. ഒന്നല്ല, കുറെ പേരുണ്ടത്. പിന്നെ വേറെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡാൻസ് അപ്പൊ അത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ സാറിന് റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് അറിയാവുന്ന ഡാൻസ് ഒക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നും ഇങ്ങനെ എടുക്കയില്ല, എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു. ഒരു ബംഗാളിയെ ബാബു നമ്പൂതിരി, ബാബു എന്ന അയാളുടെ പേര്, ഒരു നമ്പൂതിരി കുടുംബത്തിലേക്ക് കല്യാണം അല്ലെങ്കിൽ ചെല്ലുമ്പോൾ ബാബു നമ്പൂതിരി എന്ന പേരുമായിട്ട് ചെല്ലുന്നുണ്ട്. ഞാൻ കണ്ടില്ല. സാറിന്റെ ക്ലാസ് ഒക്കെ കൊള്ളാം, പക്ഷേ ഈ ഡ്രസ്സ് പെൺകുട്ടികളൊക്കെ ഉള്ള ക്ലാസ് അല്ലേ സാറേ? ഇത് കളയാൻ പറ്റുമോ വെച്ചോ? ക്യാമറയ്ക്ക് പിന്നെ ഒന്ന് ഷൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നോ 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 കമാൺ അഗൈൻ ടേക്ക്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആർട്ടിസ്റ്റിന്റെ പകുതി തീർന്നു. നമുക്ക് മുമ്പുള്ള വലിയ വലിയ അഭിനേതാക്കള് നമ്മളെ ഷെയ്ഡ് ചെയ്യുക പോലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈറ്റ് പോലും മറയ്ക്കും അവർ. ഇവനൊരു പ്രശ്നമായിട്ട് അന്ന് നമുക്കൊരു പാരയായിട്ട് വരും എന്ന് തോന്നിയാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സഹമുറിയന്മാരായിട്ട് പല സിനിമയിലും ഞാനും മുരളിയും, പിന്നെ മുരളി നായകനും അങ്ങനെ ഭരതും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മുരളി വേറെ വേണമെന്നുള്ള ഒരു ചിന്ത വരികയൊക്കെ ചെയ്തു. ഞാൻ ജോഷി സാറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഡയലോഗിൻ്റെ അതിപ്രസരം, ഇത് വായിക്കൊള്ളാത്ത ഡയലോഗ്. അദ്ദേഹം നല്ല ലാലിനെ പോലുള്ള ഒരു വലിയ ആൾ, ജീനിയസാണ് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? ജനം ഇത് കേട്ടോണ്ടിരിക്കണ്ടേ? ആ സിനിമ ചെയ്യുമ്പോൾ അതിൽ സാറായിരുന്നു വില്ലനെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. റിഹേഴ്സൽ സമയത്ത് ഞാൻ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ടേക്കിൽ ചെയ്തു. അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് വരണ്ടു പോയി. ജോഷി സാറ് എന്നെ ഡെന്റിസ്റ്റിനോട് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, ആവാനുണ്ട് വാക്കിയാർ കുറച്ചുകൂടെ എന്ന്. വെൽക്കം ബാബു നമ്പൂതിരി സാർ. സാർ സ്വാഗതം. വെൽക്കം. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. സാർ, യാഗം മുതൽ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു 78-79 ഇങ്ങോട്ട് പണി വരെ, ഇപ്പോൾ പണിയിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. പണി വരെ ഏറെക്കുറെ 46 വർഷത്തിന് മുകളിലായി സാർ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളോട് നിറഞ്ഞിരിക്കുക. 46 വർഷം എന്ന് വെച്ചാൽ 4 പതിറ്റാണ്ടിന് മുകളിലായി. അത് വലിയൊരു സ്വപ്നമായൊരു സംഖ്യയാണ്, അത്രയും വർഷം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ നന്ദിയോടെ ഓർക്കുന്നൊരു മുഖം അല്ലെങ്കിൽ ഒന്നിലധികം മുഖങ്ങളുണ്ടോ? ആരൊക്കെ ആയിരിക്കും? എൻ്റെ മനസ്സിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട നന്ദിയോടെ ഓർക്കേണ്ട മുഖങ്ങൾ അല്ലേ ചോദ്യം? അത് തന്നെ. അല്ല, ഇപ്പം ആദ്യം നമ്മളെ കാസ്റ്റ് ചെയ്ത ഹീസ് നോ മോർ, നമ്മുടെ സന്തോഷ് ശിവന്റെ അച്ഛൻ ശിവനാണ് ആ പടത്തിൽ ഹീറോ ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തത്. യാഗത്തില് ഇവര് ജലജയായിരുന്നു ഹീറോയിൻ. അങ്ങനെ അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അവസാന ഘട്ടത്തിലെ സിനിമയായിരുന്നു. പെരുവഴിയമ്പലം കാലമൊക്കെ ഇല്ലേ, ഒരുമിച്ചാണ് ഇതൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്, ഏതാണ്ട് സെയിം ലൊക്കേഷൻ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ്. പിന്നെ വരുന്നത് ഗാനം എന്ന് പറഞ്ഞൊരു പടം അടുത്ത് തമ്പിസാറിൻ്റെ, ശ്രീകുമാരൻ തമ്പി സാർ. അതെ 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 അതെ. അതിൻ്റെ അകത്ത് അതിൻ്റെ ഹീറോയുടെ അല്ല ഹീറോയിൻ്റെ അച്ഛനായിട്ട് ഗായകനാണ്, അധ്യാപകനാണ്, പാട്ട് പഠിപ്പിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിരുന്നു ഗാനത്തിൻ്റെ, അമ്പിളി എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം ഒരു പടം ചെയ്തിട്ടുണ്ട് പണ്ട്, വീണപൂവ്, ദേവൻ, ഞാൻ, മേനകയൊക്കെ ഉണ്ട്, കുട്ടിയടത്ത് വിലാസിനി, ശങ്കർ മോഹൻ, അവരൊക്കെ ഉണ്ട്. തിരക്കേടില്ലാതെ പോയൊരു പടം, വിദ്യാധരൻ മാഷ് സുന്ദരം മ്യൂസിക്. അത് കഴിഞ്ഞിട്ട് അഷ്ടപതി എടുത്തു ഏഴുതന്നെ. അതിൽ എനിക്ക് ക്രിറ്റിക്സ് അവാർഡൊക്കെ കിട്ടിയില്ല. അച്ചു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ചെണ്ടകൊട്ടുകാരൻ. അവൻ ഈ സ്വന്തം വികാരങ്ങൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിനൊരു ഗോപ്യതയില്ലാതെ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അച്ചു. ബുദ്ധിസ്ഥിരത ഇല്ലായ്മയല്ല, ഏതായാലും അത് ശ്രദ്ധിക്കപ്പെട്ടു, അതിന് ഒരു അംഗീകാരം കിട്ടി. പിന്നെ ആദ്യമായിട്ട് പിന്നെ ഈ MT ഹരൻ സാറിൻ്റെ ഒരു പടത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. അത് ഒരു നാടകത്തിൽ ഞാൻ അഹം എന്ന് പറയുന്ന നാടകം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ അഹന്തയുടെ ഒരു മൂർധന്യമായിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടർ, പെരുന്തച്ചൻ, ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ കഥയാണ്. പെരുന്തച്ചനും മകനും തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. ഒറിജിനൽ പെരുന്തച്ചനിൽ സാർ അഭിനയിച്ചിട്ട്? അതെ അതെ അതെ. സിനിമയിലും അഭിനയിക്കേണ്ടി വന്നു, അത് ചെറിയ വേഷമാണ്. ഈ നാടകത്തിൽ പെരുന്തച്ചനായിട്ട് അഭിനയിച്ച അതിന് അംഗീകാരം കിട്ടി. സ്റ്റേറ്റിലെ ഏറ്റവും നല്ല സ്റ്റേജ് ആക്ടർ എന്നുള്ളതല്ലേ 81
അങ്ങനെയാണ് ഞാൻ ഹരൻ സാറും MT സാറും കൂടെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ച് മദ്രാസിൽ വിളിച്ചിട്ട് ഒരു പടത്തിൻ്റെ കാര്യം എന്നോട് വേറെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചത്, എൻ്റെ അല്ല. എൻ്റെ നേരിട്ട് കാണുക എന്നുള്ളത് അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അത് അവർക്കൊരു ഇളയതിൻ്റെ വേഷം ചെയ്യാൻ ഒരാളെ വേണം, ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ. അപ്പം ഞാൻ ഈ കൂത്താട്ടോളത്തുള്ള ഒരാളുടെ പേര് പറഞ്ഞു, MS വാര്യർ എന്ന് പറഞ്ഞു. നല്ല നടനാണ്, നല്ല ലുക്കും ഒക്കെയുള്ള, നല്ല കണ്ണുകളും. അപ്പോൾ അങ്ങനെ ആട്ടെന്ന് ടാറ്റ പറഞ്ഞു കഴിഞ്ഞ് പോന്നു. ഇവിടെ വന്ന് 2-ാം ദിവസം എനിക്കൊരു ടെലിഗ്രാമാണ്, മഹാറാണിയിലെത്താൻ പറഞ്ഞുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതെ, സാർ അവിടെ മാറിപ്പോയതാണോ അവർക്ക്? അവിടെ ചെന്ന് വരുന്നവരെ നമുക്ക് സംശയമായിരുന്നു. അല്ല, അങ്ങനെയാണ് ആ പടത്തിൽ അമൃതംഗമയ എന്നൊരു പടത്തിൽ അഭിനയിക്കുന്നതെന്ന് പറയുക. അപ്പോൾ എൻ്റെ ഉള്ളതിനേക്കാളും ഇരട്ടി വയസ്സുള്ളൊരു ക്യാരക്ടറായിരുന്നു എനിക്കതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് പരക്കെ അംഗീകാരം കിട്ടിയൊരു മോഹൻലാലിൻ്റെ കൂടെ പിന്നെ അന്നത്തെ സ്റ്റാർസ് എല്ലാം ഉണ്ടായിരുന്നു, ദേവനുണ്ടായിരുന്നു, എല്ലാവരും. പിന്നെ അത് വെച്ചുകൊണ്ട് തനിയാവർത്തനം, സിബി മലയിൽ വിളിക്കുന്നു, ശ്രീധരൻ, പിന്നെ പപ്പേട്ടൻ ഇതില്ലേ, എന്താ തൂവാനത്തുമ്പിയുള്ള തങ്ങൾ, അതൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് എന്നോട് ചോദിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വരെ വരാമോ ബാബു? അതിനെന്താ വരാമല്ലോ. അവിടെ ചെന്ന് പുള്ളിയുടെ വീട്ടിൽ പൂജപ്പുര വീട്ടിൽ ചെന്ന് കഴിഞ്ഞു, ചായയൊക്കെ തന്നു കഴിഞ്ഞ്, അതേ ഞങ്ങൾ ഗാന്ധിമതി ബാലിന് ഞാനും കൂടെ ഒരു പടം പ്ലാൻ ചെയ്യുക. അത് ഈ അമൃതംഗമയെ കണ്ടിട്ടാണ് ഇപ്പം ബാബുവിനെ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ടൈപ്പ് റോളല്ല, ജസ്റ്റ് നെഗറ്റീവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിന് പ്രസക്തിയില്ല ആ ചോദ്യത്തിന്. അപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ പപ്പേട്ടൻ്റെ വേറെ ഒരു സംഭവം, ഞാൻ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ട്രിവാൻഡ്രം BJT ഹാളിൽ വെച്ച് നാടകം നടന്നു കഴിഞ്ഞിട്ട് പപ്പേട്ടനും കുമാരൻ എന്ന് പറയുന്ന ആളില്ലേ, KP കുമാരൻ, രണ്ടും അന്നത്തെ ആ പപ്പേട്ടൻ സിനിമ എടുത്ത് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചോദിച്ചു, ബാബുവിന് ഇത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പം ഞാനും ഈ നാടകത്തിൽ അഭിനയിച്ച് നടക്കുന്നത് സിനിമയിലും ഒരു ചാൻസ് കിട്ടുമെന്ന് ഉദ്ദേശിച്ചാണ്. അല്ല, അങ്ങനെയാണെങ്കിലേ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം എടുക്കുന്നുണ്ട്, നമ്പർ അറിയില്ല, ഞാൻ തരാം, അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക, വേണമെങ്കിൽ പോയി കാണുക. ചോദിക്കാനായിട്ട് അദ്ദേഹം വന്നു, അവർ പോവുകയും ചെയ്തു. അപ്പോൾ അത് ഭയങ്കര പാട്ടായി ആ സെറ്റിൽ മുഴുവൻ. എന്ന് പറഞ്ഞ് നാടകത്തിൻ്റെ ഇയാൾ സിനിമയിലേക്ക് പോകണം, ഇനിയിപ്പോൾ വേറെ ആളെ അന്വേഷിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടൂർ സാറിനെ വിളിച്ച് ഞാൻ പോയി കാണുകയൊക്കെ ഉണ്ടായി. എനിക്ക് ആ വേഷം കിട്ടിയില്ല ഏതായാലും. അല്ല, അങ്ങനെ ആ ഒരു പരിചയം പത്മരാജനുമായിട്ടുള്ള പപ്പേട്ടനുമായിട്ടുണ്ടെന്ന് പറയുക. അങ്ങനെ അദ്ദേഹം തങ്ങൾ ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് എവിടെ ചെന്നാലും പത്മരാജൻ്റെ പടങ്ങളെന്നല്ല, നല്ല പടങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണമാണിത്. ഈ നല്ല പ്രണയകഥ അതിൽ ആണ് അല്ലേ ഈ തൂവാനത്തുമ്പികൾ പറയുമ്പം ക്ലാരയും ജയകൃഷ്ണനും ഒന്നും അല്ല ആളുകൾ പറയുന്നത്, തങ്ങളാണ്. സാർ ഇപ്പോൾ നമ്മുടെ അമൃതം ഗമയ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം, പിന്നെ അല്ലെങ്കിൽ ഈ തൂവാനത്തുമ്പികൾക്ക് ശേഷം ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടിയത് ശരിക്കും? ഈ പിന്നീട് തിരിഞ്ഞു നോക്കാതെ കണ്ടിന്യൂസ്ലി കഥാപാത്രങ്ങൾ വരുന്നു, അത് എന്ന് മുതലാണ് സംഭവിച്ചത്? നറക്കൂട്ടിന് കാരണം അതുവരെ വില്ലൻ വേഷം ചെയ്തിരുന്ന ആളുകൾ അറിയപ്പെടുന്ന വില്ലന്മാരാണ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. അതെ, അതായത് TG രവി ആശാൻ, അതുപോലെ ഉമ്മുക, ഇങ്ങനെയുള്ള ആൾ, ബാലങ്കെ, അവരൊക്കെ. അപ്പം ആ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇയാൾ വില്ലനാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ജോർജ് സാറ് ഡെന്നിസ് ജോസഫ് പറഞ്ഞിട്ട്, സാറിൻ്റെ ശിഷ്യനായിരുന്നു, എൻ്റെ ശിഷ്യനായാണ്. അങ്ങനെ എനിക്ക് തന്ന ഗുരുദക്ഷിണ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയാണ് ഡെന്നിസ് പറയുന്നത്. പറഞ്ഞത് അങ്ങനെയാണ് വന്നത്. പെട്ടെന്ന് മറ്റേ തരത്തിലുള്ള പടത്തിൽ നിന്ന് ഈ വാണിജ്യ സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? ഓരോ ഡയറക്ടേഴ്സിൻ്റെ ഓരോ രീതിയാണല്ലോ. ചിലരാണ് എല്ലാം അടുത്ത് വന്നിരുന്ന് മറ്റാരും കേൾക്കാതെ പറയും, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കാം, അതിന് ഇങ്ങനെ തിരക്കേടില്ല, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. മറ്റല്ല, ക്യാമറയ്ക്ക് പിന്നെ ഒന്ന് ഷൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നോ 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 കമാൺ അഗൈൻ ടേക്ക്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആർട്ടിസ്റ്റിൻ്റെ പകുതി തീർന്നു. അതുമാത്രമല്ല, ആദ്യമൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ സംരംഭം എന്നുള്ളതല്ലല്ലോ, ഒന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്പാടെ ഔട്ടായി പോകും, കോൺഫിഡൻസ് ലെവൽ പോകും. അതെ, ഇതൊന്നുമില്ല സത്യത്തിൽ ഈ ജോഷി സാറിന്. പക്ഷേ പുള്ളിയെ കുറിച്ച് ബാക്കിയുള്ള ജോഷി സാറിന് എല്ലാവർക്കും പേടിയാണല്ലോ. പേടിയാ.
ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഷൗട്ട് ചെയ്യല, ഒന്നും ചെയ്യല. പക്ഷെ അദ്ദേഹം അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് സൈലൻസ് ആണ് സെറ്റ്. ബോയ്സിൻ്റെ ലൈറ്റ് ബോയ്സ് ഉണ്ടല്ലോ, വലിയ കലവലായ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, അതില്ല. ആർട്ടിസ്റ്റുകൾ തങ്ങളിട്ടെങ്ങനെയാണ് സ്വകാര്യം പറയുന്ന പോലെ എന്തേ പറയുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ കൊടുക്കുന്നൊരു ബഹുമാനമാണത് കേട്ടോ. അങ്ങനെ അത് അർഹിക്കുന്നുമുണ്ട്. നമുക്കന്നേരം അങ്ങേരെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുമെന്നറിയാം. നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പടി ഇപ്പടി എന്നൊക്കെ ഒരു തോന്നല്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുമില്ല. അങ്ങനെക്കുറിച്ച് എനിക്ക് ആ ഒരു രീതിയിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ മേല. അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും. അദ്ദേഹത്തിന് കിട്ടിയൊരു ഇമേജ് ഇതായിരിക്കും, ജോഷി എന്ന് പറയുമ്പോൾ പുള്ളി ഒരു അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് വളരെ പേടിച്ചാണ് ഞാൻ സെറ്റിൽ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ജോഷി സാറ് എന്നെ ഡെന്നിസിനോട് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, ആവാനുണ്ട് വാത്തിയാർ കുറച്ചുകൂടെ എന്ന്. വാത്തിയാരെന്നാ ഡെന്നിസിനോട് പറഞ്ഞ്. ഡെന്നിസ് എന്നോട് പറഞ്ഞു എന്നിട്ട്, സാറ് ഒന്നും ആരുടെ സെറ്റില്ല, എന്താ സെറ്റെന്ന് വേണ്ട, സാറിന് തോന്നുന്നു അങ്ങ് ചെയ്തു, ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഡേ മുതൽ ഓക്കെ ആയി. എനിക്കൊരു പിന്നീട് ജോഷി സാറിന്റെ തന്നെ സിനിമയിലെ കഥാപാത്രമാണ് ഇപ്പം സ്റ്റേജുകളിലൊക്കെ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കൈ ഇങ്ങനെ പിടിച്ച് എന്റെ പൂർണ്ണ ത്രയാശ എന്ന് പറഞ്ഞ ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡയലോഗ് അതായി. കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും ആൾക്കാർ. ഇത് ഒരത്ഭുത. കാരണം ഞാൻ ഇങ്ങനെ ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ആരും ചെയ്ത സിനിമ ഇല്ല. ഞാൻ ഇത് വന്ദിക്കും, ചെയ്യണമല്ലോ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു അത് ഈ കോട്ടയം നസീർ ഉണ്ടാക്കിയതാണ്. നസീറൊക്കെ അത് കേൾക്കുന്നുണ്ടോ? അല്ല, കോട്ടയം നസീർ ഒരു ഞങ്ങൾ ഒന്നിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മിമിക്രിക്കാർ എസ്പെഷ്യലി നസീർ ഒത്തിരി ഗുണങ്ങളാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ചു കാലത്തേക്ക് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ലൈവ്ലി ആക്കുന്നത് നിങ്ങളൊക്കെയാണ്. അത് പുള്ളിക്ക് ഇഷ്ടമായി. അന്വേഷണത്തിൻ്റെ തുടക്കത്തിലും ഉണ്ടായിരുന്നു, നസീർ ഉണ്ടായിരുന്നു. എറണാകുളത്താണ് ഇപ്പോൾ താമസം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം പുതിയ മിമിക്രിയിൽ പരിപാടിയൊന്നും നമ്മളെയൊന്നും ലാസ്റ്റാതെ അതാ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളവർ ഏറ്റെടുത്തു. അത് അവരത് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി ഇങ്ങനെ പറഞ്ഞു. ഗ്യാപ്പ് എന്നുള്ള സംഭവം ഇങ്ങനെ ഗുണം ചെയ്യുന്ന ചില കലാകാരന്മാർ, പ്രത്യേകിച്ച് ഈ കോട്ടയം നസീറിനെ പോലുള്ള ആളുകളുണ്ട്, ഒത്തിരി ഹെൽപ്പ് അവർ ചെയ്യുന്നത്. എനിക്കൊരു പ്രജ സിനിമയെ പറ്റി പറയുമ്പം ഡയലോഗ്സിൻ്റെ ഒരു വളരെ അതിപ്രസരമുള്ള ഒരു സിനിമയായിരുന്നു അത്. ഒരു ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു സീനൊക്കെ എത്ര, ഇപ്പം എനിക്കത് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതിലെ ഒരു സീൻ എത്ര പേജ് ഉണ്ടാവും, അതിൻ്റെ ഡയലോഗ്സ് എത്ര മിനിറ്റാണ് ഡയലോഗുകൾ പോകുന്ന സിനിമ. നമ്മൾ സാറ് വായിക്കുമ്പോൾ ഒരു 10-20 പേജെങ്കിലും ഒരു സീൻ കാണില്ല ചിലപ്പോൾ, അത്രയും ഡയലോഗ്സ് ഇല്ലേ ആ സിനിമയിൽ. അല്ല, ഡയലോഗ് കണ്ടമാന, ഡയലോഗിൻ്റെ പ്രത്യേകിച്ച് ഹീറോയ്ക്ക് ഡയലോഗിന്റെ അതിപ്രസരം പറയും. എത്ര ഡയലോഗ് ഒറ്റ ഷോട്ടിലൊക്കെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു അതൊക്കെ പറയാൻ പുള്ളിക്ക് ഭയങ്കര മെമ്മറിയാണ്. പുള്ളി നേരത്തെ സ്ക്രിപ്റ്റ് വായിക്കുക എന്നുള്ള സംഭവം അവന് നടക്കുകയല്ല. കാരണം എഴുതി തലേദിവസം എഴുതുക. അതെ. അല്ല, ജോഷി സാറിന്റെ അല്ല, ഈ രഞ്ജി പണിക്കർ എങ്ങനെയായിരുന്നു ആ പടം ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ സീനും ഓരോ ചെറുകഥകളെ പോലെ. ഒരു നോവലായിട്ടത് വരുന്നില്ല എന്നർത്ഥം. അതിൻ്റെ തങ്ങളിലുള്ള ബന്ധം, കണക്ഷൻസ് പോരാ. പിന്നെ അത് മാത്രമല്ല, ഒരു പറഞ്ഞ് പഴകിയ ഒരു തീമാണ് അത്. തീം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ വില്ലൻ കൊല്ലുക, അത് റിവെഞ്ചിന് കാരണമാകുക. അതല്ലേ എല്ലാ പടങ്ങളിലും. അതെ, അതായിരുന്നു അതിൻ്റെ സംഭവം. അപ്പോൾ അതുപോലെയുള്ള പടങ്ങൾ ധാരാളം വന്നിട്ടുള്ളത് കൊണ്ടാണോ അതോ ഈ ഡയലോഗിൻ്റെ അതിപ്രസരം, ഇത് വായിക്കൊള്ളാത്ത ഡയലോഗ്. അദ്ദേഹം നല്ല ലാലിനെ പോലുള്ള ഒരു വലിയ ആൾ, ജീനിയസാണ് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ, ജനം ഇത് കേട്ടോണ്ടിരിക്കണ്ടേ. അതുകൊണ്ടാണെന്ന് പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും തോന്നിയത് ശരിയായ ഏതാണ്ട്. സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ജോഷി സാറിനോടോ രഞ്ജി പണിക്കർ സാറിനോടോ ഇതൊക്കെ ആയിരിക്കാം, ഈ വിശകലനം ചെയ്യുന്ന സദസ്സുകളിൽ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ഞാൻ ജോഷി സാറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പടം വരേണ്ട കാര്യമില്ല. എല്ലാവരും നല്ല ആത്മാർത്ഥപ്പെട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ് കഴിഞ്ഞിട്ട് സാർ എന്നെ ഇത് കെട്ടിപ്പിടിച്ച് പറയും, വളരെ നന്നായിട്ടുണ്ട് രാമേട്ടനെ. അപ്പം ഇത് നമ്മുടെ ഇറങ്ങിക്കോട്ടെ, അപ്പം നമ്മുടെ രാശിയൊക്കെ അങ്ങ് മാറും എന്നൊക്കെ ഒരു ഭംഗിയായിട്ട് പാറ്റ് ചെയ്യുന്ന മാതിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പുറത്തിറങ്ങിയിട്ട്. അപ്പം പറയും, സാറേ നമ്മൾ ഉദ്ദേശിച്ച പോലെ പടം വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്. കാരണം
ഒരു ടോട്ടൽ ഒരു നോവലിൻ്റെ സ്ട്രക്ചർ അതിന് വന്നിട്ടില്ല. ചെറുകഥകളാണ് എല്ലാം. ഓരോന്നും അതാണോ ആ ലിങ്കിൻ്റെ ഒരു തകരാറാണോ ഇതിന് പറ്റിയത്? പിന്നെ ഡയലോഗിൻ്റെ അതിപ്രസരം ഒരുപാട്. രഞ്ജിയോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും. രഞ്ജിയുടെ സ്റ്റൈലാണത്. അത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ആ പടം അത്ര വിജയമായില്ലെങ്കിലും ബാബു നമ്പൂതിരി എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് പറയണ ഈ പൂർണ്ണത്രയാശം ആ കഥ രാമേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അത് സാറിന് അടിക്കാൻ സിനിമ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്. ഈ നമ്മള് ഈ ആദ്യ സിനിമ നായകനായി വരുന്നു, യാഗം, ജലജ മാഡം നായികയാവുന്നു. പിന്നീട് സാറ് തന്നെ പറഞ്ഞു അടുത്ത സിനിമയിൽ മറ്റ് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് നായകനായിട്ട് വന്ന ഒരാളെ പിന്നീട് കുറച്ച് ഡബിൾ ഏജ് ഉള്ള ഒരു ക്യാരക്ടേഴ്സിലേക്ക് കാസ്റ്റ് ചെയ്ത് സാറിന്റെ കരിയർ തന്നെ ഒരു തിരിച്ചു വിട്ടതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ടില്ല. എങ്കിൽ കൂടി അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ MT സാറും ഹരൺ സാറും പെരുന്തച്ഛൻ്റെ വേഷം കണ്ടിട്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നതിൽ. ഓ, ഇത് കണ്ടിട്ടല്ല? അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ മനസ്സിൽ അതാ കിടക്കുന്നത്. അതെ അതെ. അവർ അഷ്ടപതി അതൊക്കെ കണ്ടിട്ട് ഇയാൾക്ക് അഭിനയിക്കാൻ അറിയാവോ എന്നൊക്കെ ഹരൺ സാർ നോക്കിയിട്ടാണ്. എന്നോട് അന്നേരം ഒന്നും പറഞ്ഞില്ല. ഇത് മദ്രാസ് വിളിച്ച് വരുത്തിയിട്ടും എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇയാളെ വിളിച്ചു വരുത്തിയത്. അപ്പം എന്നെ നേരിട്ടൊന്ന് കാണുക, എൻ്റെ ഫിസിക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം ഞാൻ വളരെ മെലിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത്രയും പോലും തടിയില്ല. അപ്പോൾ അവർക്ക് തോന്നി കാണും ആ വേഷത്തിന് ഒരു പക്ഷേ ഇയാൾ മതി. ഞാൻ വേറെ ആളുകളുടെ പേര് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സാറിന് തന്നെ ഒരു ഡിസിഷൻ അന്നൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു പടത്തിൽ നായകനായിട്ട് വന്നു, പിന്നീട് ഞാൻ ഇങ്ങനെ ചെയ്യണ്ട, എനിക്ക് നായകനായിട്ട് തന്നെ വെയിറ്റ്, അങ്ങനത്തെ ചിന്തകളൊന്നും വന്നില്ല. സിനിമ മാത്രമാണ് കിട്ടിയതങ്ങ് ചെയ്യുക എന്നുള്ളതായിരുന്നോ? അതല്ല, അതിൽ ഒരു പാഷനുണ്ട്. പാഷൻ, അതായത് MT ഹരിഹരൻ ടീമിൻ്റെ ഒരു പടത്തിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു വേഷം ചെയ്യുക എന്ന് പറയുന്നത് ഏത് ആർട്ടിസ്റ്റിൻ്റെയും വലിയൊരു മോഹമാണ്. അത് നമ്മൾ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവർ വിളിക്കണം എന്നില്ല. ശരിയാണ്, ഇല്ലേ? അപ്പോൾ ഇയാൾക്ക് വയസ്സായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാത് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്? പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യങ്സ്റ്റർ ആയിട്ടും അല്ലാത്ത ക്യാരക്ടറും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ ഇൻഡസ്ട്രിയിലുണ്ട്. അതുകൊണ്ട് അമൃതം ഗേമയ്ക്ക് ശേഷം പലപ്പോഴും എനിക്ക് വന്ന ക്യാരക്ടർ റോൾസാണ്. ക്യാരക്ടർ സാധുവായ ക്യാരക്ടർ. അതെ അതെ, അങ്ങനെ ഒരു ക്യാരക്ടർ ഉടനെ ബാബു നമ്പൂരി. എനിക്കവിടെ സാറിന്റെ ഒരു ലുക്കും സൗണ്ടും ഇമേജും എല്ലാവരും ഒരു സാധു അച്ഛൻ, സാധു അപ്പൂപ്പൻ, അന്ന് ബാബു നമ്പൂരി. അതെ അതെ, അങ്ങനെ ഇടാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടു. പിന്നെ അങ്ങനെ അല്ലാതെ ഇല്ല, അപൂർവമാണ്. ഞാനൊരു ക്യാരക്ടർ എടുത്തു പറയട്ടെ. ഈ സാധു ഇമേജ് ഏറ്റവും നന്നായിട്ട് മുതലെടുത്ത ഒരു സിനിമയായിരിക്കും കസ്റ്റംസ് ഡയറി. അതായത് ആ നിൽക്കുന്ന സാധു മനുഷ്യൻ്റെ കയ്യിലാണോ കള്ളക്കടത്ത് സാധനം ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ സാർ അയാളുടെ അപ്പാവിയാണെന്ന് പറയുന്നു. സാധനം നോക്കുമ്പോൾ സാറ് കള്ളക്കടത്ത് അത് കൊണ്ടുപോകുകയാണ് സാറിന്റെ കഥാപാത്രമല്ല. ആ ഇമേജ്, റിയൽ ഇമേജ് അതേപോലെ യൂട്ടിലൈസ് ചെയ്ത ഒരു സിനിമയാണ് അത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ജയറാമേന്റെ അച്ഛനായിട്ടല്ലേ ആ കഥാപാത്രം. ഇപ്പൊ ശരിക്കും സാറിന് തോന്നില്ല ഈ ഇമേജ് തന്നെയാണ് അവർ മുതലെടുത്തെന്ന് തോന്നിയിട്ടില്ലേ? പ്രേക്ഷകർക്കും തോന്നൂല്ലേ അദ്ദേഹവും ഈ പുള്ളി അങ്ങനെയൊന്നും ചെയ്യല. മുകേഷ് ഇട്ട് കൊടുക്കുക അദ്ദേഹത്തിന് തന്നെയാണ്, പുള്ളി വെറുതെ ഇട്ട് കൊടുക്കണതാണ്. അതുപോലെ ജാഗ്രത എടുത്തു പറയാണ് 2-3 സിനിമകളുണ്ട്. ജാഗ്രത വില്ലനായിരുന്നല്ലോ. ഒരിക്കലും വില്ലനാണെന്ന് ആരും അറിയേയില്ല. വക്കീല്. അപ്പൊ അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരു സിംഹം. സ്ക്രിപ്റ്റിൽ SN സ്വാമി എഴുതിയിരിക്കുന്ന അങ്ങനെയാ, ഒരു സിംഹം സടകൊടഞ്ഞെണീറ്റ് പോലെ അലറിക്കൊണ്ട് മമ്മൂട്ടിയുടെ ഷർട്ട് പിടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് ആ രംഗത്തിൽ. മമ്മൂട്ടി വളരെ കൗശലക്കാരനായ ഡിറ്റക്റ്റീവാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏതോ ചോദ്യം നമ്മുടെ നെഞ്ചി തറച്ചു പറഞ്ഞ എന്നെ കണ്ടുപിടിച്ചു എന്ന് വന്നു. അതെ അതെ, അങ്ങനെയാ. സിംഹഗർജനം പോലെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പൊ ആ സിനിമ ചെയ്യുമ്പോൾ അതിൽ സാറായിരുന്നു വില്ലനെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതേ അവസാനമാണ് മധുസാറിന്റെ ഒരു രീതിയെ അങ്ങനെയൊന്നും വെളിപ്പെടുത്തി ലാസ്റ്റിലേക്കല്ലേ പറയത്തില്ല. SN സ്വാമിയുണ്ട്, കേമധു ഉണ്ട് സെറ്റില്. പക്ഷേ രണ്ടുപേരും എന്നോട് പറഞ്ഞില്ല. ഇത് കാണുമ്പോഴാണ്, ആ സീൻ അഭിനയിക്കുമ്പോഴാണ് ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോഴാണ് ഈ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് SN സ്വാമി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലപ്പോഴും ഈ ഡയലോഗ് ഇങ്ങനെ വായിക്കലല്ലേ ഉള്ളൂ അസോസിയേറ്റ് ഡയറക്ടർ അല്ലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതിനു മുമ്പ് നടന്ന എന്താ, ഇനി വരാൻ പോകുന്ന എന്താ, അതൊന്നും അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ റിയാക്ഷൻ അവിടെ വേണം എന്നാൽ ഞാൻ ചോദിച്ചു, ഇത് വേണം ഇല്ലേ? വേണം. അങ്ങനെയാണ്. അതിൽ ഈ റിഹേഴ്സൽ സമയത്ത് ഞാൻ ചെയ്തില്ല.
അങ്ങനെ ചെയ്തില്ല, ടേക്കിൽ ചെയ്തു. അതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് വരണ്ടു പോയി കയറി പിടിക്കുമ്പോഴേ. സർ, ഒരു നമ്പൂതിരി കുടുംബം ഉപനയനം പൂണൂലൊക്കെ ഇടുന്നു, പൂജ ചെയ്തിട്ട് രാവിലെ ക്ലാസ്സിൽ പോകുന്ന ഒരു ബാല്യം, ഇവിടെ നിന്നൊക്കെ സിനിമയാണ് എൻ്റെ ലോകം എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക അത്രയും എളുപ്പമായിരുന്നു? ശരിക്കും എളുപ്പമല്ലായിരുന്നു സത്യത്തിൽ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗ്രാജുവേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു അച്ഛൻ്റെ അടുത്ത്. ഞാൻ എൽഡസ്റ്റാണ്, ഞങ്ങളുടെ 8 ബ്രദേഴ്സാണ്. ഓക്കെ. 2 സിസ്റ്റേഴ്സും. അപ്പം ബ്ലണ്ടായിട്ട് പറഞ്ഞു, ഇപ്പോൾ പോയത് എന്തിനാ, ഇപ്പം BSc കെമിസ്ട്രി, ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ആ രീതിയിൽ പോവുകയാണ് ഏതാ MSc. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏത് ജോലിയാണ് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ലെക്ചറായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കലായിരിക്കും, അത് മതി. ഒറ്റടിക്ക് പറഞ്ഞു? അതെ, അത് മതി. അതൊക്കെ കഴിഞ്ഞു. ഞാൻ MSc കഴിഞ്ഞ് കോളേജിൽ കിട്ടി. അന്നത്തെ കാലത്ത് കെമിസ്ട്രിയിൽ നല്ല മാർക്കുണ്ടെങ്കിൽ കോളേജിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് 3-4 സ്ഥലത്ത് കിട്ടി. ഉഴവൂർ എന്ന് പറയുന്ന അവിടെ ആ കോളേജ്, പിന്നെ കുറവിലങ്ങാട് CMS കോളേജിൽ 6 മാസം പഠിപ്പിച്ചിട്ടാണ് കുറവിലങ്ങാട്ടേക്ക് ഞാൻ വരും. കോട്ടയം. പിന്നെ MG കോളേജ് കിട്ടി. എൻ്റെ ആഗ്രഹം മുഴുവൻ MG കോളേജിൽ പോയി പഠിക്കണം എന്നായിരുന്നു. കാരണം ട്രിവാൻഡ്രത്ത് ഈ IAS കോച്ചിങ് ഉണ്ടായിരുന്നു അന്ന്. അപ്പം ആ രീതിയിൽ പോയാൽ അങ്ങനെയൊക്കെ താല്പര്യമുണ്ട്. ഒരു കളക്ടറാവുക ഇല്ലേ, അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചില്ല. കാരണം ഇവിടെ ഈ കുറവിലങ്ങാട്ട് കിട്ടിയതാണ് സകലതും കുഴപ്പിച്ചത്. കാരണം ഇത്ര അടുത്ത് കിട്ടി, വീട്ടിൽ നിന്ന് പോയിട്ട് വരാമല്ല. അപ്പോൾ ബ്രദേഴ്സിനെ പഠിപ്പിക്കണം, അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം, അവരുടെ ഗാർഡിയൻ എന്നുള്ള നിലയിൽ നോക്കണം. അതാണ് അച്ഛൻ വളരെ കർശനമായിട്ട് പറയും, വേണ്ട, ഒരു തരത്തിലും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിവാൻഡ്രം പോയില്ല, IAS കാരനായില്ല, കളക്ടറായില്ല, നടനായി. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ പറ്റി, എല്ലാം ചെയ്യാൻ പറ്റി. അതെ. ഈ നാടകവുമായിട്ടുള്ള നാടക കളരികളുണ്ടായിരുന്നു അന്ന്. ഈ ശങ്കരപ്പിള്ള സാറിൻ്റെയും CN ശ്രീകണ്ഠൻ നായർ സാറിൻ്റെയും ഒക്കെ കൂടെ. അപ്പോൾ കൂത്താട്ടുകുളത്തെ ഒരു നാടക കളരിയിൽ ഞാൻ പാർട്ടേക്ക് ചെയ്തു. മധുസാറൊക്കെ ക്ലാസ് എടുക്കാൻ വന്നു അവിടെ. ഗോപിയേട്ടൻ, നമ്മുടെ ഭരത് ഗോപിയേട്ടൻ, അവരൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റും. അവരെല്ലാം നാടകത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ നാടകത്തിൻ്റെ അഭിനയത്തിനോട് കൂടുതലൊരു ഇൻക്ലിനേഷൻ വരാൻ കാരണം ആ നാടക കളരികളാണ്. അപ്പോൾ ഈ നമ്മൾ അതുവരെ ഈ മാട്ടേ നാടകം എന്ന് പറയുന്നത് നമ്മൾ അമച്ചൂർ നാടകം അതേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഉത്സവത്തോടു കൂടി തട്ടിക്കൂട്ടുന്ന, അല്ലെ പെരുന്നാളിന് തട്ടിക്കൂട്ടുന്ന ഒരു സാധനം. അതല്ലാണ്ട് നാടകം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കലയാണെന്നും അതിനെക്കുറിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പലതും പഠിക്കാനുണ്ടെന്നും ഒക്കെ അതോടുകൂടിയാണ് പഠിച്ചത്. ഓക്കെ. അങ്ങനെ ആ നാടകത്തിൻ്റെ ആ അറിവും കുറച്ച് കഥകളിയും കയ്യിലുള്ള അത് വച്ചാണ് ഈ അഹം എന്ന് പറയുന്ന സിനിമയിലെ ആ ക്യാരക്ടർ ഞാൻ ചെയ്തത്. അത് തൗരിത്രികവും നാട്യധർമ്മിയും സംശ്ലേഷിപ്പിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റേഴ്സ് അത് സംശ്ലേഷിച്ച ഒരു പുതിയ അഭിനയ രീതിയായിരുന്നു അത്. അതിൻ്റെ അകത്ത് ഈ കലാശങ്ങളൊക്കെ ഉണ്ട്. പെരുന്തച്ഛൻ്റെ എൻട്രി രംഗത്തേക്ക് വരുമ്പോൾ ഒരു താളത്തിൽ ചെണ്ട കുട്ടോ, ദീം തരി കിട്ടാത്ത, ദീം ദീം തരി കിട്ടാത്ത. അപ്പം 1 2 അത് തന്നെ. അത് എന്നിട്ട് അവസാനിക്കുന്ന സമയത്ത് ഒരു സിഗ്നൽ കൊടുക്കും നമ്മൾ. സിഗ്നലല്ല, അതൊരു ഈ കഥകളിയിലെ ഒരു കലാശത്തിൻ്റെ ഒരു എണ്ണമാണ്. അത് ചെയ്യും നിന്ന് കഴിയും. അപ്പം നാട്ടുകാരെല്ലാം വരുന്നു. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു കോറസ് ഉണ്ട്. അങ്ങനെ ഒരു നാടകം, അത് കാണേണ്ട നാടകം അത്. അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു നീല കർട്ടനേ ഉള്ളൂ ബാക്കിൽ. അവിടെ നാടും നഗരവും കാളപൂട്ടലും ഉത്സവവും എല്ലാം കാണിക്കുന്നുണ്ട്. അത് ഇവരുടെ പോസ് കൊണ്ട്, ഡാൻസേഴ്സിൻ്റെ. അങ്ങനെ ഒരു 81 നാടകം വളരെ ശ്രദ്ധേയമായിരുന്നു. എത്രയോ സ്റ്റേജ് ഞാൻ ചെയ്തതെന്നറിയാമോ. എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന ലീവെല്ലാം തീർന്നു. കാഷ്വൽ ലീവ് എന്നല്ല, മറ്റ് ലീവുകളെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റും തീർന്നു. എന്നിട്ട് ഞാൻ ഈ വടക്കൻ കേരളത്തിലേക്ക് ആ നാടകം കളിക്കാനായിട്ട് ഇവിടെ ഒരു പുതിയ നടനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ വിടുകയത്. അങ്ങനെ വിട്ടു. നമുക്ക് തൂവാനത്തുമ്പിയുള്ള ഈ തങ്ങൾ, എനിക്ക് തോന്നുന്നു സാറിൻ്റെ കരിയറിൽ ഏറ്റവും എടുത്ത് ഫസ്റ്റ് പറയുന്ന ആൾക്കാർ കഥാപാത്രം അത് തന്നെയായിരിക്കും ഒരു. പക്ഷേ
വീണ്ടും അത് ട്രിവാൻഡ്രം ലോഡ്ജിലേക്ക് അനൂപ് മേനോൻ കൊണ്ടുവരികയുണ്ടായി. എനിക്ക് തോന്നുന്നു ബാബു നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇമേജ് ഉണ്ട്. ആ ഇമേജ് പൊളിച്ചടുക്കിയ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് തൂവാനത്തുമ്പിള്ള തങ്ങളും, പിന്നീട് അനൂപേട്ടൻ എന്ന എഴുത്തിൽ വന്ന കാലിഫോർണിയയിലെ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും. ചുറ്റും ഒരുപാട് പെമ്പിള്ളേരുടെ കൊടുത്ത് ഡാൻസ് കളിക്കുന്ന ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മളോട് ഇദ്ദേഹം തന്നെയല്ലേ ഈ കഥാപാത്രങ്ങളെ അനൂപേട്ടൻ രണ്ടാമതൊന്നും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത ഹോട്ടൽ കാലിഫോർണിയയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് ആദ്യം അത് അത്രയും നന്നായിട്ടൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിനിയേച്ചർ സാധനം ആ പേരിൽ അതുപോലുള്ള ക്യാരക്ടറൊന്നും അല്ലല്ലോ ഈ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു ഇതുണ്ട്, ഒരു ഹിൻ്റുണ്ട്. എന്താ ആനപ്പാപ്പൻ അറിയാൻ മേലെ ആനയെ കണ്ടല്ലേ ഏത് ഇനമാണ് തെസ്നിഖാന്റെ അടുത്ത് ചോദിക്കണം, നോക്കി മനസ്സിലാക്കും. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. ആളെ കണ്ടാൽ വിവരം അറിയാമല്ലോ എന്നുള്ള അർത്ഥത്തിലുണ്ട്. അപ്പം അത് എനിക്ക് തോന്നി അനന്ത പത്മനാഭനോട് ചോദിച്ചു, പപ്പേട്ടൻ്റെ മകൻ ചോദിച്ചു, അനൂപ് ചോദിച്ചിട്ടാണ് അത് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് എടുക്കാൻ. വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. വിരോധമില്ല. അല്ല സാറ് ചെയ്യുമെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞേ. പിന്നെ നമ്മളെന്തിനാ ഇത് കെട്ടിപ്പിടിച്ചിരിക്കുന്നതിനാ? ശരിയാണ്. അങ്ങനെ അപ്പം കാലിഫോർണിയയിൽ ഒരു സീനോ 2 സീനോ ഉള്ളൂ ആ ഒരു പെണ്ണു, ഒന്നല്ല കുറെ പേരുണ്ട്. പിന്നെ വേറെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, ഡാൻസ്. അപ്പൊ അത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ സാറിന് റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് അറിയാവുന്ന ഡാൻസൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നും കാര്യം എടുക്കയില്ല, എന്നെ കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഈ ഉഴവൂരുള്ളൊരു പുള്ളി അതിന്റെ പ്രൊഡ്യൂസർ. എനിക്കറിയാം, ജോസ്മോൻ. അതെ, ആ കടയൊക്കെ ഉണ്ടായിരുന്നു. അതെ 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 അതെ, ജോസ്മോനാണ്. നമ്മളാരും പ്രതീക്ഷിക്കില്ല ബാബു നമ്പൂതിരി ഇങ്ങനെ ഒരു വേഷം. സാർ, ഈ പേര് ഇടക്കാലത്ത് ഇപ്പം നമുക്ക് ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയാളെ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ. പക്ഷെ ഇടക്കാലത്ത് ഈ ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞ പേര് മറ്റൊരാൾ കൂടി വീതിച്ചു കൊടുത്തിരുന്നു. കണ്ടിരുന്നോ സാറ്? ഏതെന്ന് മനസ്സിലായോ? എവിടെയും കണ്ടിട്ടുണ്ടോ? കരിക്ക എന്ന് പറയുന്നൊരു വെബ് സീരീസിൽ ഒരു കഥാപാത്രം വന്നിരുന്നു, ഒരു ബംഗാളിയെ ബാബു നമ്പൂതിരി. ബാബു എന്ന അയാളുടെ പേര്. ഒരു നമ്പൂതിരി കുടുംബത്തിലെ കല്യാണം അല്ലെങ്കിൽ ചെല്ലുമ്പോൾ ബാബു നമ്പൂതിരി എന്ന പേരുമായിട്ട് ചെല്ലുന്നുണ്ട്. ഞാൻ കണ്ടില്ല. ഭയങ്കര ഇത് ഒരുപാട് ട്രോള് വരെ വന്ന. ഇതുവരെ മലയാളികൾക്ക് ഒറ്റ ബാബു നമ്പൂതിരി ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബാബു നമ്പൂതിരി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഭയങ്കര ഹിറ്റായ ഒരു കഥാപാത്രമായിരുന്നു ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞൊരു. സാർ കണ്ടിട്ടില്ല അല്ലേ? ആരും അയച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരു വളരെ ഫേമസ് ആയ കഥാപാത്രമുണ്ട് ബാബു നമ്പൂതിരി. വേറെ ഒരു ബാബു നമ്പൂരി ഉണ്ട്, ഈ കഥകളി സംഗീതജ്ഞനായിട്ടൊരാള്, കലാമണ്ഡലത്തിലെ പ്രൊഫസറാണ്. പുള്ളിയും ബാബു വൈക്കംകാരനാണ്. അതല്ലാണ്ട് വേറെ ഒരു ബാബു നമ്പൂരി ഉള്ളതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. സി.ഡി. ഉണ്ണികൃഷ്ണനിൽ നിങ്ങളുടെ തമ്മിലുള്ള ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഇതുണ്ട്. അതായത് ഈ സി.ഡി. പണിയെ പറ്റി അന്വേഷിച്ചു, ഭയങ്കര ഇതാണ് ജോലി, എത്രയാ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ സാറിൻ്റെ ഒരു അതിശയോക്തിയിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. ആ ഒരു സൗഹൃദവും അവരുമായിട്ടുള്ള ഒരു ആ കൊടുക്കൽ വാങ്ങലുകളൊക്കെ എങ്ങനെയായിരുന്നു? കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പം ഇല്ല. ഇന്നസെന്റ് സാറില്ല, ഒടുവിൽ സാർ ഒന്നുമില്ല. ആ ഒരു സൗഹൃദങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഒടുവിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒടുവിൽ റിഹേഴ്സലിലൊന്നും കാണിക്കുന്നതല്ല, അല്ല പലപ്പോഴും ടേക്കിൽ കാണിക്കുക. പക്ഷേ നമ്മളെ ഒരു തടസ്സം നമുക്കുണ്ടാക്കരുത് നമ്മുടെ അഭിനയത്തിന്. ഒരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ മറ്റു പലരും നമുക്ക് മുമ്പുള്ള വലിയ വലിയ അഭിനേതാക്കൾ നമ്മളെ ഷെയ്ഡ് ചെയ്യുക പോലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ലൈറ്റ് പോലും മറയ്ക്കും അവർ. ഇവനൊരു പ്രശ്നമായിട്ട് അത് നമുക്കൊരു പാരയായിട്ട് വരും എന്ന് തോന്നിയാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല. ഉണ്ണികൃഷ്ണൻ ഈസ് പെർഫെക്റ്റ് ജെന്റിൽമാനാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അസാധ്യ ആർട്ടിസ്റ്റാണ്. എന്ത് തന്മയത്വത്തോടു കൂടി, എന്ത് നാച്ചുറൽ ആയിട്ടാണ് എല്ലാം നാച്ചുറൽ അദ്ദേഹം പറയുന്നത്. ഒരു എത്ര രസകരമായിട്ടല്ല ആ ഒരു എറ. അവരൊക്കെ ഒരുപാട് പേര് നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി ആ പുള്ളിക്ക് ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങളൊക്കെ നമ്മളോട് പറയുമായിരുന്നു. ഞങ്ങൾ ഒരു മുറി താമസമുണ്ട് ധാരാളം സിനിമകളിൽ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒക്കെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. അങ്ങനെ അല്ല, നിങ്ങൾ അത്രയും നല്ല സൗഹൃദത്തിലായിരുന്നു? നല്ല സൗഹൃദത്തിലാണ്. ഓക്കെ. സിനിമയിൽ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ളതിൽ? കാലഘട്ടങ്ങൾ മാറി. കാലഘട്ടങ്ങളിൽ ഒന്നാണ് നരേന്ദ്രപ്രസാദ്, മുരളി ഒക്കെ ഞങ്ങൾ വളരെ കോടിയലായിരുന്നു ഞങ്ങൾ 3 പേരും. മുരളി ഒക്കെ എനിക്ക് ശേഷമാണ് വന്നതെന്ന് തോന്നുന്നു സിനിമയിൽ. അതെ, സഹമുറിയന്മാരായിട്ട് പല സിനിമയിലും ഞാനും മുരളിയും. പിന്നെ മുരളി നായകനും അങ്ങനെ ഭരതും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മുരളി വേറെ വേണമെന്നുള്ള ഒരു ചിന്ത വരികയൊക്കെ ചെയ്തു. എങ്കിൽ കൂടിയും ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ കാണാറുണ്ട്, കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നരേന്ദ്രപ്രസാദ്
ഞാൻ ട്രിവാൻഡ്രത്തൊരു സിനിമയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ പ്രസാദ് സാറ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ട്രിവാൻഡ്രത്ത് വന്ന് ചാടിയാൽ ഉടനെ എന്നെ വിളിക്കും. അപ്പം ഞാൻ ലിഡോ എന്ന് പറയുന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെയാണ് താമസിക്കാറ്. മിക്കവാറും പടം ഈ ലെനിൻ്റെ ഇതിൻ്റെ പടമൊക്കെ അങ്ങനെയാണ് അവിടെ. അപ്പോൾ ഇദ്ദേഹം വരും. എന്നിട്ട് ഞങ്ങൾ എനിക്കൊരു 12 മണി കഴിയാതെ ആ പുള്ളി പോകുമല്ലോ. പിന്നെ അതുവരെ എല്ലാ പുള്ളിയുടെ കയ്യിൽ സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അതിനൊരു സ്ഥലം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനം. പിന്നെ വേറെ ആരും പുള്ളിക്ക് തടസ്സം ഉണ്ടാക്കാത്ത ഒരാൾ വേണം, വർത്തമാനം പറയാൻ ഒരാൾ വേണം. 12 മണി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടെങ്കിലും പോകും. എങ്ങോട്ടാന്ന് എനിക്കറിയാൻ മേല. അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല സിനിമയ്ക്ക് മുൻപും പരിചയമുണ്ട്. പിന്നെ അതിവിടെ അതിരമ്പുഴയല്ലേ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്, ഇതിൻ്റെ ഡയറക്ടറായിരുന്നല്ലോ അങ്ങേര്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വളരെ വെഴ്സറ്റൈലായിട്ടുള്ള ഒരാളാണ്. ഇന്നലെ കോളേജ് പ്രൊഫസറായിരുന്നു. ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ്, നല്ല മലയാളം, നല്ല റൈറ്റർ എല്ലാം ആണ്. അത് പുള്ളിയുടെ ഒരു പ്രത്യേക ശബ്ദത്തിൻ്റെയും മാനറിസംസും ഈ കൈ ഞാൻ അതൊക്കെ ക്ലിക്കായി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറേ സിനിമകളൊന്നും ചെയ്തു. അതെ അതെ. സാറിൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റി ഞാൻ ഈ പല ഇൻ്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ ബാബു, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് വരാമോ എന്ന് പ്രിൻസിപ്പിൾ ചോദിച്ചു. അത് അന്നത്തെ പാൻറ് ഷർട്ടുമാണ്. അത്രയ്ക്കും മോഡേൺ ആയിട്ടാണ് സാർ പോയിക്കൊണ്ടിരുന്നത്. ആ ഫോട്ടോസുകൾ നമുക്ക് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ആൽബങ്ങളിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ എടുത്ത് കാണിച്ചോളാം. ഒരു പ്രിൻസിപ്പിൾ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ. കുറവല്ലങ്ങാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൽ പഠിക്കുന്ന കുട്ടികളും അന്യ ഗ്രാമങ്ങളിൽ നിന്നും ആ ഗ്രാമത്തിലും വരുന്ന ആളുകളാണ്. മുണ്ടും ഷർട്ടും അല്ലാതെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് ഹാഫ് സാരി എന്ന് പറയുന്ന സംഭവം അതാണ് അധികവും. മുതിർന്ന ആണെങ്കിൽ ഉള്ളൂ. ചുരിദാർ ഒന്നും അത്ര ഫ്രീക്വൻ്റ് ധാരാളം വന്നിട്ടില്ല. എനിക്ക് എൻ്റെ MSc ഞാൻ പഠിക്കുമ്പം അലഹബാദ് പഠിക്കുമ്പോൾ എനിക്ക് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച് എനിക്ക് പാൻസും ഷർട്ടും എനിക്ക് കളയാൻ പറ്റൂ. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഇട്ടു. അതാണ് പ്രിൻസിപ്പൽ അച്ഛനാണ്. അച്ഛന് വിരോധമല്ല, ഇത് സാറിൻ്റെ ക്ലാസ്സൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഡ്രസ്സ് പെൺകുട്ടികളൊക്കെ ഉള്ള ക്ലാസ് അല്ലേ സാറേ. ഇങ്ങനെ സാറിപ്പോൾ എന്ത് മറുപടി കൊടുത്തു? ഞാൻ ചിരിച്ചു, ഇത് കളയാൻ പറ്റുമോ അച്ചോ? ഓരോ കാലഘട്ടത്തിന്റെ ചിന്താഗതികളാണ് ശരിക്കും. അതെ അതെ അതെ. എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്ന അച്ഛനാണ് പ്രിൻസിപ്പല്. ഓക്കെ. അപ്പം ഒരു വിധേയത്വം എനിക്കുണ്ട്. നല്ല ഒരു ഡിസിപ്ലിനേറിയനാണ് അദ്ദേഹം.